ഹലോ ഗൈസ്, എല്ലാവർക്കും എസ് ട്രാവൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഒരു ഗോവൻ യാത്രയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ്, നമുക്കൊന്ന് കാണാം. എൻ്റെ പേര് ജോർജ്, ഞാൻ ബത്തേരി ടൗണിൽ. എൻ്റെ സ്റ്റീവ് ജോസ് അവാസ്കൻ. ജീനിയസ് സ്കൂൾ. എൻ്റെ പേര് ഹെലൻ. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് പുൽപ്പള്ളി. വെൽക്കം വെൽക്കം. എൻ്റെ പേര് ജോർജ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഉദയം പേർക്ക് എന്നെ അറിയാം. ഞങ്ങൾ പരിചയമുള്ളവരാണ്. ഞങ്ങളുടെ ആദ്യത്തെ ടൂറാണ് കേട്ടോ. എൻ്റെ പേര് റീന. ഞാൻ അതിരാജൂത്ത് സ്കൂളിലെ LP ടീച്ചറാണ്. പുൽപ്പള്ളിയാണ് വീട്. ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് നന്നായി നേരത്തെ. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ജോയി എന്ന് വിളിക്കപ്പെടുന്നു. എൻ്റെ വീട് പട്ടാണിക്കൂപ്പിലാണ്. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഗോവയ്ക്ക് 3ാമത്തെ യാത്രയാണ്. കുറേ വട്ടം ട്രിപ്പ് പോയവരുണ്ടായിക്കൂടെ. പുറകിലൊക്കെ ഇരിക്കുന്ന മാർട്ടീന ഉണ്ടല്ലേ, ഒരുപാട് തവണ. വയനാട്ടിൽ നിന്നും തുടങ്ങിയ യാത്ര ഗോവയിലേക്ക് പോകുന്നത് കർണാടക വഴിയാണ്. അതായത് കോണിക്കുപ്പ കുട്ട വഴി ചെന്നിട്ട് ഞങ്ങളങ്ങ് മംഗലാപുരത്ത് നിന്ന് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ മംഗലാപുരത്ത് കൂട്ടാനായിട്ട് 2 ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അവരെ കൂട്ടിയിട്ട് മംഗലാപുരത്ത് നിന്ന് അവരെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ ഞങ്ങളോട് കൂടിയിട്ട് കാണാം. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ നീളന്താ. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ നീളന്താ. ഗോവിന്ദ ഗോവിന്ദ പോല പോല കുറേ നേരം യാത്ര കഴിഞ്ഞപ്പം ഇടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ടും ഒരു ചായ കുടിക്കാനായിട്ടും ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ വരുമ്പം തന്നെ വണ്ടിയിൽ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം പമ്പിൽ നിർത്തിയിട്ട് ഞങ്ങൾ ചായ കുടിക്കുന്നുണ്ട്. നല്ല ചായയും പഴംപൊരിയൊക്കെ. മഴയാണെങ്കിൽ ഇരുണ്ട് കെട്ടി വരുന്നുമുണ്ട്. അതിന് മുമ്പ് എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് കയറാനുള്ള പരിപാടിയാണ്. എല്ലാവരും കയറി വീണ്ടും യാത്ര തുടരുകയാണ്. കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാവരും മടുത്തു, വിശക്കാനൊക്കെ തുടങ്ങി. അപ്പം ഫുഡ് കഴിക്കേണ്ട ടൈമായിട്ടുണ്ട്. ഡിന്നർ കഴിക്കേണ്ട ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പം വരുമ്പം തന്നെ വണ്ടിയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണത്.
ഒരു കാഴ്ചപ്പാടൊക്കെയാണ് മെയിനായിട്ട് ഗോവ ഉദ്ദേശിക്കുന്നത്. കാണാനുള്ള അനുസരിച്ചുണ്ട്. പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വാഹനത്തിനോ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. നല്ല രസമുണ്ടല്ലേ? ആ ആ നല്ല ഭംഗി. രാത്രി ഉറക്കില്ലല്ലോ. വീട്ടിലെത്തില്ലല്ലോ. ആ അത് നീ നോട്ട് വേണ്ടിട്ട് കുറെ കാലം ആയെന്ന് എനിക്കറിയാം. ഇപ്പൊ തരാടാ. ഇത് കയ്യിൽ കണ്ടപ്പോ മുതൽ ചോദിച്ചോണ്ടിരിക്കുന്ന അതെന്റെയാ. ആ അത് തരുവേ ഇല്ല. രാത്രി 2 മണിയുണ്ടോ? എവിടെ പോവാ? വണ്ടി ഉണ്ട് കേട്ടോ. അതാ ഇവിടെ രാവിലെ ഞങ്ങൾ ഗോവയിലെത്തി. എല്ലാവരും ഫ്രഷപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൂടെ പിന്നെ കുക്ക് ചെയ്യുവാണ് കേട്ടോ. കാറ്ററിംഗ് യൂണിറ്റ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. രാവിലെ പുട്ടും കടലയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ബസ്സിലൊക്കെ കയറി ബീച്ച് സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പോയത് കല്ലങ്കാട് ബീച്ചാണ്. അപ്പം നമുക്ക് ഗോവ കാണാം കേട്ടോ. ഞങ്ങളുടെ കൂടെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത്